ഇന്ത്യൻ ജനാധിപത്യം അതിന്റെ ഏറ്റവും കറുത്ത നാളുകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് പ്രതിപക്ഷ ശബ്ദങ്ങളെ ആകെ ഭയപ്പെടുത്തി നിശബ്ദമാക്കാൻ കേന്ദ്ര ഭരണകൂടം അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്ന ക്രൂരമായ രാഷ്ട്രീയ പകപോക്കൽ അതിന്റെ എല്ലാ അതിരുകളും ലംഘിച്ച് മുന്നോട്ടു പോവുകയാണ്. പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയും ജനാധിപത്യ പ്രസ്ഥാനങ്ങളെയും കേന്ദ്ര ഏജൻസികളെ വിട്ട് വേട്ടയാടി ഇല്ലാതാക്കാമെന്ന ഫാസിസ്റ്റ് അജണ്ടയാണ് ഇപ്പോൾ കേരളത്തിലും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ ലക്ഷ്യമിട്ട് ഇഡി നടത്തുന്ന അനാവശ്യ നാടകങ്ങൾ. മാസപ്പടി കേസിന്റെ മറവിൽ യാതൊരുവിധ നിയമപരമായ അടിത്തറയുമില്ലാതെ പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലും അനുബന്ധ കേന്ദ്രങ്ങളിലും ഇഡി നടത്തിയ മിന്നൽ പരിശോധനകൾ കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാനുള്ള സംഘപരിവാർ നീക്കങ്ങൾക്കെതിരെ സംസ്ഥാനത്തുടനീളം ശക്തമായ ജനരോഷമാണ് ഇപ്പോൾ ഇരമ്പുന്നത്. കേന്ദ്ര ഏജൻസികളെ മുന്നിൽ നിർത്തി പ്രതിപക്ഷ രാഷ്ട്രീയത്തെ അടിച്ചമർത്താമെന്നത് BJP സർക്കാരിന്റെ വ്യാമോഹം മാത്രമാണെന്ന് തെളിയിക്കുന്നതാണ് ഇഡി റെയ്ഡിനെതിരെ കേരളത്തിൽ ഉയരുന്ന പ്രതിരോധം. ജനപക്ഷത്ത് നിന്നുകൊണ്ട് കേന്ദ്രത്തിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും ഒറ്റപ്പെടുത്താനുമാണ് കേന്ദ്ര ഏജൻസികളുടെ ശ്രമം. റെയ്ഡ് വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ LDF പ്രവർത്തകരും ജനാധിപത്യ വിശ്വാസികളും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി തെരുവിലിറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കേവലമൊരു അഴിമതി വിരുദ്ധ അന്വേഷണമല്ലെന്നും വരാനിരിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളെ ഭയന്ന പ്രതിപക്ഷ നിരയെ തളർത്താൻ മോദി സർക്കാർ നടത്തുന്ന ഹീനമായ നീക്കമാണെന്നും ഇടതുപക്ഷം ഒരേ സ്വരത്തിൽ വ്യക്തമാക്കുന്നു. ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ ഇടതുപക്ഷം ഒരിക്കലും തലകുനിക്കില്ലെന്ന് പ്രഖ്യാപിച്ച രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രതിപക്ഷ നേതാവിന് പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം കേന്ദ്രത്തിന്റെ ഈ രാഷ്ട്രീയ നാടകങ്ങൾക്ക് കുടപിടിക്കുന്ന വലതുപക്ഷ നിലപാടുകൾക്കെതിരെയും ജനങ്ങൾക്കിടയിൽ അമർഷം ശക്തമാണ്. ഈ റെയ്ഡിനു പിന്നിൽ കൃത്യമായ കോൺഗ്രസ് BJP ഡീലുണ്ടെന്ന ആരോപണവും ഇപ്പോൾ ശക്തമാണ്. മുഖ്യമന്ത്രി VD സതീശനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ മിന്നൽ റെയ്ഡ് അരങ്ങേറിയത് എന്നത് ഈ രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ തെളിവാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ കേന്ദ്ര വേട്ടയാടലിനെതിരെ പ്രതിപക്ഷ നേതാവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതോടെ ഈ വിഷയം ദേശീയ തലത്തിൽ തന്നെ BJPയുടെ പ്രതികാര രാഷ്ട്രീയത്തിനെതിരായുള്ള വലിയൊരു ആയുധമായി മാറുകയാണ്. നിയമത്തിന്റെ വഴിയെന്ന് പറഞ്ഞ ഇഡിയുടെ ഇത്തരം നഗ്നമായ ജനാധിപത്യ ധ്വംസനങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവർ യഥാർത്ഥത്തിൽ രാജ്യത്തെ ജനാധിപത്യത്തെ തന്നെയാണ് ഒറ്റിക്കൊടുക്കുന്നത്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച പ്രതിപക്ഷത്തിന്റെ വായ മൂടിക്കെട്ടാമെന്ന് കരുതുന്നവർക്ക് മുൻപിൽ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിരോധ കോട്ടയായി കേരളം മാറുമെന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല.